ജയം ഫൈനാൻഷ്യൽസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. BHELന് നിലവിൽ ഇപ്പോഴൊരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 355 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 35% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിലിപ്പോൾ BHEL ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കമ്പനിയുടെ ഒരു Q3 പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം BHELന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വരുമാനം ഇയർ ഓൺ ഇയറിൽ 16% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 84.7 ബില്യൺ രൂപ, അതായത് എസ്റ്റിമേറ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു നിരക്കിൽ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. എന്നാൽ എബിഡ മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുമ്പോൾ ഒരു മികച്ച പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് 2025 മൂന്നാം പാദത്തിൽ 4.2% ഈ ഒരു പാദത്തിലേക്ക് വരുമ്പോഴേക്ക് 6.4% മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എസ്റ്റിമേറ്റ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായത് 7.3% എസ്റ്റിമേറ്റ് ചെയ്തെടുത്തു നിന്നാണ് ഈ ഒരു വർധനവ് ഉണ്ടാകുന്നത്. നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2.9 മടങ്ങിൻ്റെ ഒരു വർധനമാണ് ഉണ്ടാകുന്നത്, 3.9 ബില്യൺ. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 2.23 ലക്ഷം കോടി രൂപയുടെ ഒരു ഓർഡർ ബുക്കാണ് BHELനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ഈ ഒരു മൂന്നാം പാദത്തിലെ മാത്രം ഓർഡർ ഇൻഫ്ലോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 105 ബില്യൺ രൂപയുടെ ഒരു ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി പറയേണ്ടത് പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റ്സിലാണ് നിലവിൽ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു വർധനവ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. കമ്പനിയുടെ എക്സിക്യൂഷൻസ് പരിശോധിക്കുകയാണെങ്കിലും BHELനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.